ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാരം ഇന്നാണ് നടക്കുക. വിദേശകാര്യമന്ത്രി അടക്കം അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും മൃതദേഹം തബ്രീസ് നഗരത്തിൽ എത്തിക്കും. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വിവിധ നഗരങ്ങളിൽ ഇന്ന് അനുശോചന റാലികൾ നടക്കും. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ ദേശീയ ടെലിവിഷൻ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഇന്ന് പ്രവർത്തിക്കില്ല എന്നും അറിയുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും അപ്ഡേറ്റ്സുമായി മെറിൻ മേരി ചാക്കോ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ. എന്തൊക്കെയാണ് ഇറാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? 9 പേരല്ലായിരുന്നു ഹെലികോപ്റ്ററിലാകെ ഉണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുല്ലാഹിയാന്റെയും അടക്കമുള്ള സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. അസർബൈജാൻ അതിർത്തിയോട് ചേർന്നുള്ള തബ്ലിസ് നഗരത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മാത്രവുമല്ല, ഇറാന്റെ വിവിധ നഗരങ്ങളിലെല്ലാം തന്നെ അനുശോചന റാലികളും നടക്കും. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യം അറിയിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയാണ്. മാത്രവുമല്ല, സർക്കാർ ടെലിവിഷനിൽ മറ്റു പരിപാടികളൊന്നും സംപ്രേഷണം ചെയ്യില്ല. സർക്കാർ സ്ഥാപനങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. ഈ മരണത്തിന് ശേഷം ഇപ്പോൾ മുഹമ്മദ് മുഖ്താറിനെയാണ് ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത്. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 28-നായിരിക്കും നടക്കുക. മാത്രവുമല്ല, വിദേശകാര്യമന്ത്രിയായി അലി ബഗേറിനെയും ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ഈ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയാണ്. എന്നാൽ ഈ ഒരു മരണത്തിൽ ഇപ്പോൾ ഇറാൻ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മരണത്തെക്കുറിച്ച്, ഈ ഇത്തരത്തിലൊരു അപകടത്തെക്കുറിച്ച്, ഇത് അസ്വാഭാവിക മരണം എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വ്യാപകമായി തന്നെ പ്രചാരമുണ്ട്. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. അവർ തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ യൂറോപ്യൻ പാർലമെന്റ് അംഗമായിട്ടുള്ള ഗ്രിഫിത്ത് തന്നെ പറഞ്ഞത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനെ സംശയിക്കാതിരിക്കാനാകില്ല. അവരുടെ കൈകൾ ഇതിനു പുറകിലുണ്ട് എന്ന് സംശയിക്കാതിരിക്കാനാകില്ലെന്ന് തന്നെയാണ് ഗ്രിഫിൻ ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ എന്നാൽ ഈ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ അനൗദ്യോഗികമായി തന്നെ നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഇപ്പോൾ IAEA അന്വേഷണത്തിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അമേരിക്കയുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും അതുപോലെ തന്നെ തുർക്കിയും ഔദ്യോഗികമായിട്ടുള്ള ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 8 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇറാനിൽ ഔദ്യോഗിക ദുഃഖാചരണവും 5 ദിവസത്തേക്കുള്ള ദുഃഖാചരണവുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. SKN. താങ്ക് യു മെറിൻ മേരി ചാക്കോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.